സയൻസ് ഡെവലപ്പ് ആയി വന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സയൻസ് അതായത് ശാസ്ത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. യഥാർത്ഥത്തിൽ റിനൈസൻസ് നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയമായപ്പോഴേക്കും ഒരുപാട് ഇന്നോവേഷൻസ് വന്നു അല്ലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഒരുപാട് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, പല തരത്തിലുള്ള കാര്യങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിൽ നമുക്ക് കാണാം? നവോത്ഥാന കാലഘട്ടത്തിൽ നമുക്ക് കാണാം. പക്ഷെ ആ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്തിലേക്ക് നയിച്ചത്? സയന്റിഫിക് റെവല്യൂഷൻ അഥവാ ശാസ്ത്രത്തിന്റെ വളർച്ചയിലേക്ക്, ദ ഡെവലപ്മെന്റ് ഓഫ് സയൻസിന് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കാരണമായത്. അതായത് ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ജനങ്ങൾക്ക് എന്ത് വേണം? ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യത്തിലും ഇതെന്താ ഇങ്ങനെ, ഇതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ, അത്തരത്തിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഉത്തരം കണ്ടുപിടിക്കണം. സോ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഇവരെന്ത് ചെയ്തു? ആ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചു. അത്തരത്തിൽ ഇവർ പരിശ്രമിച്ച് ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം ഇവർ ആ ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. വിത്ത് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്, തെളിവോടുകൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിരത്തി കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ്, അതായത് ഇവർക്ക് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം എന്താണ്? തെളിവുണ്ട്. ഒബ്സർവേഷൻ അല്ലെ, ഒബ്സർവ് ചെയ്ത് പിന്നീട് അത് എന്താക്കി മാറ്റിയതാണ്? തെളിവാക്കി മാറ്റിയതാണ്. അത്തരത്തിലാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ആളുകൾ എന്ത് ചെയ്തത്? ഓരോന്നിന്റെ ഉത്തരം കാണിച്ചു. സോ ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ സയൻസ് അഥവാ ശാസ്ത്രത്തിന്റെ വളർച്ച. ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഒരുപാടധികം പങ്ക് വഹിക്കുന്ന മറ്റു കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് ഒരുപാട് ഇന്നോവേഷൻസ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടുപിടുത്തങ്ങളാട്ടോ. സോ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ആ റിനൈസൻസിന് ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ എന്തിനെ ഉപകാരമായി അല്ലെങ്കിൽ എന്തിന് വഴിയൊരുക്കി? സയന്റിഫിക് റെവല്യൂഷന് വഴിയൊരുക്കി. ഇപ്പൊ മനസ്സിലായല്ലോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശാസ്ത്രം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതെന്ന് മനസ്സിലായില്ലേ? സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയന്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഒരുപാട് പങ്ക് വഹിച്ച കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ട്. സോ ആ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെ, അവ ഏതൊക്കെ രീതിക്കാണ് നമുക്ക് ഗുണം ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മെക്കാനിക്കൽ ക്ലോക്ക്. മെക്കാനിക്കൽ ക്ലോക്ക്. ഈ മെക്കാനിക്കൽ ക്ലോക്കിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ ആളുകൾക്ക് എന്ത് മനസ്സിലായി? സമയം എങ്ങനെയാണ് അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ ആർക്ക് മനസ്സിലാവാൻ തുടങ്ങി? ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതായത് മണിക്കൂറുകൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല അവർക്ക് മനസ്സിലായത്, പകരം ഓരോ മിനിറ്റുകളുടെ വിലയും അഥവാ ഓരോ മിനിറ്റുകൾ എങ്ങനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു, അതേപോലെ തന്നെ ഓരോ സെക്കൻഡുകൾ എങ്ങനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഈ മെക്കാനിക്കൽ ക്ലോക്കിന്റെ വരവോടുകൂടി ജനങ്ങൾക്ക് എന്താവുകയാണ്? മനസ്സിലാവുകയാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഈ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ സമയത്തിനനുസരിച്ച് തങ്ങളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? തിട്ടപ്പെടുത്താൻ തുടങ്ങി.
മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കണ്ടുപിടുത്തമാണ് പ്രിന്റിംഗ് പ്രസ് അല്ലെ. അത് ഞാൻ പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാലേ പ്രിന്റിംഗ് പ്രസിന്റെ ആ ഒരു ഇന്നോവേഷൻ വളരെ വലുതാണ് അല്ലെ. ബാക്കിയുള്ളതിനേക്കാളും വളരെ 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 വലിയൊരു സംഭാവനയാണ് യഥാർത്ഥത്തിൽ പ്രിന്റിംഗ് പ്രസ്. അതായത് ഒരുപാട് പേരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒരുപാട് പേർക്ക് അതായത് കിട്ടാത്ത സാധനം നമുക്ക് പല ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിന്റ് അടിച്ച് എല്ലാവരിലേക്കും പുസ്തകങ്ങൾ എത്തിക്കാനൊക്കെ ഒരുപാട് സഹായിച്ച ഒരു കണ്ടുപിടുത്തമാണ് എന്ത്, ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ്. നമുക്ക് നോക്കാം. ഇനി അടുത്തതാണ് ഗൺ പൗഡർ. അതായത് 9-ാം നൂറ്റാണ്ടിന്റെയും 11-ാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ എവിടെയോ ആണ് എന്ത് കണ്ടുപിടിച്ചത്, ഗൺ പൗഡർ. എന്താണെന്നറിയില്ലേ ഗൺ പൗഡർ? ഓക്കെ. സോ ഗൺ പൗഡറിന്റെ വരവോടുകൂടി അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തോടുകൂടി മിലിറ്ററി സർവീസുകൾക്കൊക്കെ എന്താവാൻ തുടങ്ങി, അതൊരു നാഴികക്കല്ലായി മാറാൻ തുടങ്ങി അല്ലേ. സോ നമുക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ അത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി നോക്കാം. പിന്നെ വാട്ടർ ആൻഡ് വിൻഡ് മിൽസ് അല്ലെ. വാട്ടർ മില്ലും അതുപോലെ തന്നെ വിൻഡ് മിൽസ് ഒക്കെ തന്നെ ഒരുപാട് ആ കണ്ടുപിടുത്തമൊക്കെ ഒരുപാട് നമ്മളെ അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിച്ച ഒരുപാട് രീതിക്ക് ഉപയോഗം ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ്. പിന്നെ നോക്കാം പേപ്പർ മണി. പേപ്പർ മണിയുടെ കാര്യം പറയുമ്പോൾ അതുവരെ ഈ പേപ്പർ മണി കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ നോട്ടുകൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കാണുന്ന നോട്ടുകൾ, അതിനെയാണ് ഈ പേപ്പർ മണി എന്ന് വിളിക്കുന്നത്. സോ പക്ഷെ ഈ പേപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് വരെ ഇവർ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്, കോയിൻസ് ആയിരുന്നു. ഓക്കെ, സ്വർണത്തിന്റെ കോയിന്, കുറച്ച് താഴ്ന്ന വെള്ളിയുടെ കോയിന്, ചെമ്പിന്റെ കോയിന് അല്ലെ, അങ്ങനെ കോപ്പറിൽ അങ്ങനെ ഒരുപാട് കോയിൻസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. സോ പേപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി തന്നെ എന്ത് സംഭവിച്ചു, അതായത് സൊസൈറ്റിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറി തുടങ്ങി. കാരണം പേപ്പർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈസി ടു ക്യാരി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ എളുപ്പമാണ് അല്ലെ, അതുപോലെ ക്യാരി ചെയ്ത് നടക്കാൻ എളുപ്പം, അത്ര വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല വാല്യൂ ആണ്. മാത്രമല്ല എന്താ ഈ സ്വർണം സിൽവർ അതിന്റെ ഒക്കെ തേടി നടക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടൊക്കെ ആഫ്രിക്കൻസിനെയൊക്കെ ഏഷ്യൻസിനെയും ആഫ്രിക്കൻസിനെയൊക്കെ കോളനികളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ആ സമയത്ത് ആഫ്രിക്കയിൽ നിന്നും ഇവരുടെ മണി അഥവാ പൈസ അടിക്കാൻ വേണ്ടി, കോയിൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗോൾഡുകളൊക്കെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി മാത്രമാണ്, അവരുടെ നാട്ടിൽ ആ കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലെ. സ്വർണ്ണ നാണയം എന്നൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അല്ലെ. പക്ഷെ അവസാനം പേപ്പർ മണിയുടെ ഇൻവെൻഷനോട് കൂടി തന്നെ, റിനൈസൻസ് കാലഘട്ടത്താണ് ഇതൊക്കെ ഉണ്ടായത് കേട്ടോ, ഇൻവെൻഷനോട് കൂടി തന്നെ അതും വലിയൊരു മാറ്റമായി നമുക്ക് കാണാൻ സാധ്യമാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു, അതായത് സയന്റിഫിക്കലി ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്ത കുറച്ച് കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്നാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, 1590 കാലഘട്ടത്താണ് ആദ്യത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ടീനേഗർ സക്കാരിയാസ് ജാൻസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ആദ്യമായിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ. സോ ഇന്ന് ഏതെങ്കിലും, അതായത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബയോളജിക്കൽ ലാബോ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വരവോടുകൂടിയാണ് നമുക്ക് എന്തൊക്കെ മനസ്സിലായത്, ലൈക് ബാക്ടീരിയ ഉണ്ട് മനസ്സിലായി, ഫംഗസ് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ, വൈറസുകൾ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ. ആ വൈറസുകൾ അത്രയും മൈന്യൂട്ടാണ് വൈറസുകളൊക്കെ, ലൈക് ബാക്ടീരിയ ഫംഗസ് പോലൊന്നല്ല വൈറസ്, ഭയങ്കര മൈന്യൂട്ടാണ്. സോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് പല രോഗങ്ങൾക്കുള്ള കാരണക്കാർ ഇവരൊക്കെയാണെന്ന് മനസ്സിലായി. ഇതൊക്കെ എന്തുകൊണ്ടാണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. മാത്രമല്ല ഇതൊക്കെ രോഗങ്ങൾക്ക് കാരണമാകും. ഇവയെല്ലാം മൈന്യൂട്ടായ ഓർഗാനിസം, ലൈക് മൈക്രോ ഓർഗാനിസത്തിന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ, ഈ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. മനസ്സിലായല്ലോ. സോ സയന്റിഫിക്കലി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷൻ, അതായത് 1590 ഈ ഇൻവെൻഷൻ വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. ഇനി നമുക്ക് നോക്കാം. അടുത്താണ് തെർമോമീറ്റർ. ഓക്കെ, 1593 കാലഘട്ടത്താണ് തെർമോമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതാണ് ഗലീലിയോ ഗലീലി, അദ്ദേഹമാണ് തെർമോമീറ്റർ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ആഡിംഗ് മെഷീൻ. അതായത് 1645 കാലത്തിലെ ബ്ലേസി പാസ്കൽ ആണ് എന്ന് ആ ഒരു വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത്, ആഡിംഗ് മെഷീന് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് നോക്കാം ടെലിസ്കോപ്പ് അല്ലെ. അതായത് ഹാൻസ് ലിപ്പേർഷിയാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം 1608 കാലഘട്ടത്താണ് ഇദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ സ്ലൈഡ് റൂൾ. ഓക്കെ, അതായത് 1632 കാലഘട്ടത്താണ് സ്ലൈഡ് റൂൾ ആര് കണ്ടുപിടിക്കുന്നത്, വില്യം ഔട്ട്രോഡ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ, അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അത് വളരെ വലിയൊരു
വളരെ വലിയൊരു കണ്ടുപിടുത്തമാണ് അല്ലേ. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം റെനെ ഡെസ്കാർട്ടസ്. ഓക്കെ, ആരാണ് റെനെ ഡെസ്കാർട്ടസ് എന്നൊക്കെ നമ്മൾ ഇനി ഇതപ്പോൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ റെനെ ഡെസ്കാർട്ടസ് ആണ് ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് നോക്കാം ബാരോമീറ്റർ. ഓക്കെ, 1643 ബാരോമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഒരു ഫിസിസിസ്റ്റ് ആയ ഇവാഞ്ചലിസ്റ്റ ടോർസെലി എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ബാരോമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് 1654 ബ്ലേസി പാസ്കൽ തന്നെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ബ്ലേസി പാസ്കലും പിയർ ഡി ഫെർമാറ്റ് എന്ന് പറഞ്ഞ ഈ രണ്ട് വ്യക്തികൾ കൂടിയിട്ടാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ഒരു ടേമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നോക്കാം കാൽക്കുലസ്. അതായത് 1665 സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? കാൽക്കുലസ് കണ്ടുപിടിക്കുന്നത്. അതെന്താണെന്നും ഈ കാൽക്കുലസ് എന്താണെന്നും അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമുക്ക് നോക്കാറുണ്ട് കേട്ടോ. സോ നോക്കാം, ഇനി മറ്റൊന്നാണ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഓക്കെ, 1667 സർ ഐസക് ന്യൂട്ടൺ എന്ത് കണ്ടുപിടിക്കുന്നത്? റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അതായത് സാധാരണ ടെലിസ്കോപ്പ് ഉണ്ടല്ലോ, സോ അതിനെ ആ ഒരു ടെലിസ്കോപ്പിൽ ഒരുപാട് വർക്ക് ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഇദ്ദേഹം ഇൻവെന്റ് ചെയ്തത്. മനസ്സിലായല്ലോ. സോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ സയന്റിഫിക് റെവല്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഇന്നോവേഷൻസ് അഥവാ കണ്ടുപിടുത്തങ്ങൾ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു സർ റെനെ ഡെസ്കാർട്ടസ്. ഓക്കെ, റെനെ ഡെസ്കാർട്ടസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം 1596 മുതൽ 1650 കാലഘട്ടം വരെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ, എന്താണ് ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ്. അതേപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന അല്ലെ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി. മനസ്സിലായല്ലോ, ഫാദർ ഓഫ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി. ഓക്കെ, ഇങ്ങനെയാണ് ഈ രണ്ട് പേരുകളാണ് റെനെ ഡെസ്കാർട്ടസ് ഇദ്ദേഹത്തിന് ഉള്ളത്. നോക്കാം ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഇദ്ദേഹം ഒരു കാത്തലിക് ഫിലോസഫർ ആണ് അല്ലെ. ഒരു കാത്തലിക് ഫിലോസഫർ ആണ്, മാത്രമല്ല ഒരു സയന്റിസ്റ്റ് ആണ്, ഓഫ് കോഴ്സ് ഒരു മാത്തമാറ്റീഷ്യൻ കൂടിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് എന്നും ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് വിളിക്കാൻ കാരണം. നമുക്ക് നോക്കാം, ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഏതൊരു സയൻസിന്റെ പിന്നാലെ സയൻസിനെ ഏത് രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം? മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്തമാറ്റിക്സിലൂടെ നമുക്ക് എന്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും? സയൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യമാണ്, അതായത് 17ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇദ്ദേഹം രണ്ട് തിയറീസ് ഇദ്ദേഹം എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. അതായത് തിയറി ഓഫ് ഡൗട്ട്, അതേപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡ്. ഈ രണ്ട് തിയറി ഇദ്ദേഹം കൊണ്ടുവന്നതിന് ശേഷം യഥാർത്ഥത്തിൽ സയന്റിഫിക് റെവല്യൂഷന് സയന്റിഫിക് റെവല്യൂഷന് കാരണമായ രണ്ട് തിയറികളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അത്രയും വലിയ കോൺട്രിബ്യൂഷൻ ആണ് റെനെ ഡെസ്കാർട്ടസ് എന്ന ഇദ്ദേഹം കൊടുത്തത്, അഥവാ ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം, ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് സയൻസ് ശാസ്ത്രത്തിലേക്കുള്ള വഴി നമുക്ക് മാത്തമാറ്റിക്സില് ഗണിതത്തില് നമുക്ക് കാണാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി അത് തെളിയിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്? റെനെ ഡെസ്കാർട്ടസ് എന്ന് പറഞ്ഞത്. മാത്രമല്ല ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹമാണ് കോർഡിനേറ്റ് ജിയോമെട്രി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി. ഓക്കെ, ആരാണ്? കോർഡിനേറ്റ് ജിയോമെട്രി നമുക്ക് കാണിച്ചു തന്ന, അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് ജിയോമെട്രി നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തി തന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്, ഒരു സയന്റിസ്റ്റ് ആണ് ആര്? റെനെ ഡെസ്കാർട്ടസ്. മനസ്സിലായി. ഈ കോർഡിനേറ്റ് ജിയോമെട്രി ഇല്ലാതെ, അത് കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സിൽ ഒരു വലിയ ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ, അഥവാ ബേസ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിൽ ഇന്നും നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് പറ്റില്ല, കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു. ഓക്കെ, സോ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ് കൂടിയാണ് ആര്? റെനെ ഡെസ്കാർട്ടസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അർഹിക്കുന്ന ഒരു വിളിപ്പേര് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് ആൻഡ് ഫാദർ ഓഫ്
വെസ്റ്റേൺ ഫിലോസഫി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഫ്രാൻസിസ് ബേക്കൺ. ഇദ്ദേഹത്തെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫ്രാൻസിസ് ബേക്കൺ. ഇദ്ദേഹം 1561 കാലഘട്ടം മുതൽ അതേപോലെ തന്നെ 1626 വർഷം വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ. നമുക്ക് നോക്കാം. ഇദ്ദേഹം ജനിച്ചതും ഇദ്ദേഹത്തിന്റെ കുടുംബമുള്ളത് എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. അതായത് ജനുവരി 2, 1561 ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ അഥവാ ലണ്ടനിൽ ജനിച്ചത്. നമുക്ക് നോക്കാം. ഇദ്ദേഹം അതായത് സയൻസിൽ അതായത് ശാസ്ത്രത്തിന്റെ ആ ഒരു ഫീൽഡില് ഏറ്റവും വലിയ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു മോഡേൺ ഇറ, നവോത്ഥാനത്തിന് ശേഷമുള്ള മോഡേൺ ഇറ, ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ പെട്ടെന്നുള്ള ഒരു മാറ്റം, ആ ഒരു കാലഘട്ടത്താണ് ഇദ്ദേഹം ഇദ്ദേഹം ജീവിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരുപാട് ഡിസ്കവറീസ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടമായപ്പോഴേക്കും, അതായത് മോഡേൺ ഇറ അല്ലെങ്കിൽ റിനൈസൻസ് കഴിഞ്ഞ ആ ഒരു കാലഘട്ടം, റിനൈസൻസിന്റെ കാലഘട്ടമായപ്പോഴേക്കും എല്ലാവരും ആ ഒരു കാലഘട്ടം അരിസ്റ്റോട്ടിലിന്റെ തിയറീസ് ഒക്കെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ജനങ്ങളായിരുന്നു അതുവരെയും ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ. പക്ഷേ ഫ്രാൻസിസ് ബേക്കൺ എന്ത് ചെയ്തു? ഫ്രാൻസിസ് ബേക്കൺ അരിസ്റ്റോട്ടിലിന്റെ ചില തിയറീസ് ഒക്കെ ശക്തമായി തന്നെ എതിർത്തു. കാരണം ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് സയൻസ് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്സ്. കണ്ട് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് അതിനുശേഷം പരീക്ഷണങ്ങൾ നടത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഒബ്സർവേഷന്റെയും പരീക്ഷണങ്ങളുടെയും, ഇത് രണ്ടിന്റെയും ബേസിൽ മാത്രമേ ശാസ്ത്രം എന്താവുള്ളൂ, തെളിയിക്കപ്പെടുകയുള്ളൂ എന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ആര്? ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അരിസ്റ്റോട്ടിലിലെ ചില തിയറീസുമായിട്ടും ഒട്ടും തന്നെ എന്ത് ചെയ്തിരുന്നില്ല? ഒത്തുപോയിരുന്നില്ല. കാരണം ഇദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? ശാസ്ത്രമാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒബ്സർവ് ചെയ്യണം, മാത്രമല്ല അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു വസ്തുത അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ആ വസ്തുത തെളിയിക്കേണ്ടത് എന്നാണ് ആര് ഉറച്ചു വിശ്വസിക്കുന്നത്? ഫ്രാൻസിസ് ബേക്കൺ. മനസ്സിലായല്ലോ. മാത്രമല്ല ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ നേച്ചർ അഥവാ പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃതി ഒരിക്കലും അവളിലുള്ള രഹസ്യങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഈസി ആയിട്ട് തുറന്നു പറയത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ സയന്റിഫിക്കൽ ശാസ്ത്രീയ വശങ്ങൾ, ഇതിന്റെ പ്രകൃതിയുടെ ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ നടത്തി അത്തരത്തിലാണ് ഈ പ്രകൃതിയുടെ രഹസ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് ആര് അവകാശപ്പെട്ടു? ഫ്രാൻസിസ് ബേക്കൺ. അഥവാ വളരെ ശരിയായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വളരെ ശരിയായ ഒരു നിരീക്ഷണം തന്നെയായിരുന്നു അല്ലെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, അരിസ്റ്റോട്ടലിന്റെ ചില തിയറീസ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പെരിമെന്റൽ അല്ല. ചില പ്രത്യേക തിയറീസ് അരിസ്റ്റോട്ടലിലെ ചില പ്രത്യേക തിയറീസ് നമുക്ക് ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയൻസും ഫിലോസഫി ലൈക്ക് റിലീജിയസും കൂടി ചേർന്ന കുറച്ച് തിയറീസ് ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ആര് എതിർത്തത്? ഫ്രാൻസിസ് ബേക്കൺ. അവിടെയാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ത് പറയുന്നത്? ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാലേ അതെന്താവും? പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടുള്ളൂ എന്നാണ് ഇവിടെ ഫ്രാൻസിസ് ബേക്കൺ. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ത് പറഞ്ഞത്? പ്രകൃതി ഒരിക്കലും അവളുടെ രഹസ്യങ്ങൾ തുറന്നു പറയില്ല. നമ്മൾ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ച് എന്ത് ചെയ്യണം? അതിനെ തുടർന്ന് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അവളുടെ രഹസ്യങ്ങൾ നമ്മൾ അറിയുക. അത്ര ഈസി ആയ ഒരു കാര്യമല്ല എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം അവകാശപ്പെടുന്നു. മാത്രമല്ല അരിസ്റ്റോട്ടലിന്റെ പ്ലേറ്റോ എന്ന തിയറിയും അതേപോലെ തന്നെ പൈത്തഗോറസ്, അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പൈത്തഗോറസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോടൊന്നും ആർക്ക് താല്പര്യമില്ല? ഫ്രാൻസിസ് ബേക്കണിന് താല്പര്യമില്ല. സോ മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായോ ഫ്രാൻസിസ് ബേക്കണിന് ഏറ്റവും കൂടുതൽ ഒരുപാട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഫീൽഡാണ് യഥാർത്ഥത്തിൽ
നമ്മുടെ അഥവാ ഡെവലപ്മെന്റ് ഓഫ് സയൻസ്, ഓക്കെ, ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ. ഇനി നമുക്ക് നോക്കാം കരിയർ, അതായത് ഫ്രാൻസിസ് ബേക്കന്റെ കരിയർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. തന്റെ 15ാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ത് ആഗ്രഹിക്കുന്ന, ഒരു വക്കീലാകണം, ഒരു ലോയർ ആകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലണ്ട് വിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ഇദ്ദേഹം ഫ്രാൻസിന്റെ അംബാസിഡർ ആയിട്ട് 2 വർഷം ഇദ്ദേഹം ജോലി എടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ചില പ്രശ്നങ്ങൾ മൂലം, അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു. സോ അതിന്റെ പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് തന്നെ വന്നു. ഇത്തരത്തിലാണ് ഫ്രാൻസിസ് ബേക്കന്റെ ജീവിതം, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വയസ്സിനിടെ ഫ്രാൻസിസ് ബേക്കന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ലീഗൽ പ്രൊഫഷൻ, അതായത് ലീഗൽ പ്രൊഫഷൻ, ഇദ്ദേഹം ഏതൊക്കെ പ്രൊഫഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ആരായി മാറി? അവിടത്തെ പാർലമെന്റിലെ ഒരു മെമ്പർ ആയിട്ട് ഇദ്ദേഹം മാറുകയാണ്. അതിനുശേഷം തന്നെ 42ാമത്തെ വയസ്സിൽ ഇദ്ദേഹം കിങ് ജെയിംസിന്റെ ഒരു നൈറ്റ് ആയിട്ട്, ഓക്കെ, നൈറ്റ്സ് ആയിട്ട് ഇവർ എന്ത് ചെയ്തു? ഇദ്ദേഹം വർക്ക് ചെയ്തു. പിന്നെ നോക്കാം, ഇദ്ദേഹത്തിന്റെ 52ാമത്തെ വയസ്സിൽ ഇദ്ദേഹം എന്തായി മാറി? ഇംഗ്ലണ്ടിന്റെ ഒരു ജനറൽ ആയിട്ട് മാറുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ 56ാമത്തെ വയസ്സിൽ ഇദ്ദേഹം എന്തായി? ഒരു ഹൈ ചാൻസലർ, ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ഹൈ ചാൻസലർ ആയിട്ട് ഇദ്ദേഹം മാറുകയാണ്. അതായത് 1617 കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു ഹൈ ചാൻസലർ ആയിട്ട് ഇംഗ്ലണ്ടിന്റെ തന്നെ മാറിയിരുന്നു. ഇത് നമുക്ക് നോക്കാം. പക്ഷെ അതിനുശേഷം, അതായത് 1617 ശേഷം ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു അക്യൂസ്, അല്ലെങ്കിൽ ഇദ്ദേഹം കറപ്ഷൻ ചെയ്തു എന്നുള്ള ഒരു കുറ്റത്തിന് ഇദ്ദേഹത്തിനെ പിടിച്ച് എന്ത് ചെയ്യാണ്? പ്രിസണിൽ ഇടുകയാണ്, ജയിലിൽ ഇടുകയാണ്. സോ ജയിലിൽ ഇട്ടതിന് ശേഷം ഒരു വലിയൊരു തുക ഫൈൻ ആയിട്ടൊക്കെ അടയ്ക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ അടച്ചതിന് ശേഷം ഇദ്ദേഹം, ഫ്രാൻസിസ് ബേക്കൺ എന്ത് ചെയ്തു? കുറച്ച് ദിവസങ്ങൾക്ക് ഇവിടെ ജയിലിൽ കഴിയേണ്ടി വന്നുള്ളൂ. പക്ഷെ ജയിലിൽ തിരിച്ച് പുറത്തേക്ക് വന്നതും ഇദ്ദേഹം എന്ത് ചെയ്തു? ജോലിയൊക്കെ റിട്ടയർ ചെയ്തിട്ട് പിന്നെയുള്ള, അഥവാ ഇനി അങ്ങോട്ടുള്ള കാലം ഇദ്ദേഹം എന്തിനു വേണ്ടി മാറ്റിവെച്ചു? പഠനത്തിനും റൈറ്റിംഗ്, എഴുത്തിനും വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? മാറ്റിവെച്ചു. മനസ്സിലായല്ലോ? സോ ഇത്രയും പ്രൊഫഷണൽ, ഇത്രയും ലീഗൽ പ്രൊഫഷൻസിലൂടെ കടന്നു വന്ന ഒരു സയന്റിസ്റ്റ് കൂടിയാണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടം താൻ എന്തിനു വേണ്ടി മാറ്റിവെച്ചു? പഠനത്തിനും അതേപോലെ തന്നെ അതിനെ തുടർന്നുകൊണ്ടുള്ള എഴുത്തിനും വേണ്ടി ഇദ്ദേഹം തന്റെ കാലം മാറ്റിവെച്ചു. മനസ്സിലായല്ലോ? സോ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് ഫ്രാൻസിസ് ബേക്കന് നമ്മുടെ ഈ ഒരു സയന്റിഫിക് റെവല്യൂഷൻ, അല്ലെങ്കിൽ സയൻസ്, ശാസ്ത്രം, അത്രയും വലിയ ഇമ്പോർട്ടൻസ് ആണ് ശാസ്ത്രം ഇദ്ദേഹത്തിന് നൽകുന്നത്. ഇനി നമുക്ക് നോക്കാം, 1642 കാലഘട്ടം മുതൽ 1727 കാലഘട്ടം വരെ ജീവിച്ച, ശാസ്ത്രത്തിന് തന്നെ വളരെ വളരെ മികച്ച ചില സംഭാവനകൾ തന്ന ഒരു സയന്റിസ്റ്റിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. ഓക്കെ, സോ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലേ, ഒരുപാട് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കി പറയുന്നില്ലേ, തലയിൽ ആപ്പിൾ വീണു, അപ്പൊ എങ്ങനെ ആപ്പിൾ താഴേക്ക് വീണു എന്ന് ചിന്തിച്ചു അല്ലെ? സോ അതേ തന്നെയാണ്, ആ പുള്ളി തന്നെയാണ്. സോ നമുക്ക് നോക്കാം, ഈ സർ ഐസക് ന്യൂട്ടന്റെ ഒരു ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എത്തരത്തിലാണ് ശാസ്ത്രത്തെ ബാധിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താന്നൊക്കെ നമുക്കറിയാം അല്ലെ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അടക്കം അല്ലെ, ലോ ഓഫ് മോഷൻ, അതുപോലെ തന്നെ തിയറീസ് ഇൻ ഒപ്റ്റിക്സ്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹം ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പിറക്കുന്നത്. 1642 കാലവർഷത്തെ ഒരു ഡിസംബർ 25 ക്രിസ്മസ് ഡേയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ലിങ്കോൺഷെയറിലുള്ള വൂൾസ്തോർപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാൻ ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഒരു ആസ്ട്രോണമർ ആണ്, ഒരു മാത്തമാറ്റീഷ്യൻ ആണ്, അതുപോലെ തിയോളജൻ ആണ്, അതുപോലെ ആൽക്കമിസ്റ്റ് ആണ്. മാത്രമല്ല ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ, ശാസ്ത്രത്തിന് വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ശാസ്ത്രത്തിന് നൽകിയ വളരെ വലിയ ഒരു സയന്റിസ്റ്റ് കൂടിയാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹത്തെ ലോകം അറിയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം ലോകത്തിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങളിലൂടെയാണ്.
ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതാണ് തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഒന്നാമത്തേതാണ് ഏത്? തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. രണ്ടാമത്തെ ഏതാണ്? ഹിസ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ചലന നിയമങ്ങൾ എന്ന് പറയും. ഓക്കെ, ലോ ഓഫ് മോഷൻസ്. അതേപോലെ തന്നെ ഹിസ് തിയറീസ് ഇൻ ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ്, അത് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അല്ലേ? അപ്പൊ ഒപ്റ്റിക്സിലുള്ള ഇദ്ദേഹത്തിന്റെ ചില തിയറീസ്. ഇത്തരത്തിലുള്ള തന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറിയത്. അത്രയും വലിയ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നൽകിയത്. ഇദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ? അതായത് സാധാരണ ടെലിസ്കോപ്പിൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? പല മാറ്റങ്ങൾ വരുത്തി ഇദ്ദേഹം ഒരു പുതിയ ടെലിസ്കോപ്പ് അഥവാ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതും ആരെന്നെയാണ്? സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. മനസ്സിലായല്ലോ? സോ നമുക്കിനി നോക്കാം. ഇദ്ദേഹം ആക്ച്വലി 1661 കാലഘട്ടത്തിൽ ഇദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും സയന്റിഫിക് റെവല്യൂഷൻ ഒക്കെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് അങ്ങോട്ട് സയന്റിഫിക് റെവല്യൂഷൻ ഒക്കെ വളർന്ന് പന്തലിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് നിക്കോളാസ് കോപ്പർനിക്കസും അതേപോലെ തന്നെ ജോഹന്നാസ് കെപ്ലർ പോലുള്ള ചില ആസ്ട്രോണമേഴ്സ് ഒക്കെ അങ്ങോട്ട് സയന്റിഫിക് റെവല്യൂഷന് ഇങ്ങോട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. ഓക്കെ, സോ ആ കാലഘട്ടത്താണ് എന്ത് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ ജീവിച്ച് പോകുന്നത്. സോ അതിന്റെ സ്വാധീനം കൊണ്ടാവാം ഇദ്ദേഹത്തിന് ഇതിനോട് ഇത്രയും താല്പര്യം എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കിത് നോക്കാം. സർ ഐസക് ന്യൂട്ടന്റെ അതായത് 1666 വർഷമാണ്. ഈ ഒരു കാലവർഷത്തെയാണ് നമ്മൾ ഐസക് ന്യൂട്ടന്റെ ഏറ്റവും ദി ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദി ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് സർ ഐസക് ന്യൂട്ടന് ലോകത്തിന് കൊടുത്ത കാലഘട്ടമാണ് ഇത് 1666. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർക്കുന്നത് ആരെയാണ്? നമ്മൾ ഓർത്തു പോകുന്നത് ആരെയാണ്? സർ ഐസക് ന്യൂട്ടനെയാണ്. ഓക്കെ, അതായത് തന്റെ 24ാമത്തെ വയസ്സിലാണ്. ഓക്കെ, തന്റെ 24ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്താണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? കാൽക്കുലസിലും അതേപോലെ തന്നെ ഒപ്റ്റിക്സിലും പിന്നീട് ഗ്രാവിറ്റിയിലും അതേപോലെ തന്നെ മോഷനിലും ഇത് നാലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറീസ് ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്താണ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. മനസ്സിലായല്ലോ? നമുക്ക് ആദ്യം തന്നെ കാൽക്കുലസ്. ഓക്കെ, സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച കാൽക്കുലസ് എന്ന ടേം അതെങ്ങനെയാണ് ഇദ്ദേഹം വർക്ക്ഔട്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാൽക്കുലസ് എന്ന് പറഞ്ഞ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സയൻസിന്റെ ശാസ്ത്രത്തിന്റെ എല്ലാ ബ്രാഞ്ചിലും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത്തരത്തിലെ എല്ലാ ബ്രാഞ്ചിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം ആണ് എന്ത്? ആക്ച്വലി കാൽക്കുലസ്. ഈ കാൽക്കുലസ് ഈ എല്ലാ ബ്രാഞ്ചിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇദ്ദേഹം സർ ഐസക് ന്യൂട്ടൺ കാൽക്കുലസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് എന്താണ്? ഒരു ഫോളിങ് ഒബ്ജക്റ്റ്, വീണുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എത്രയായിരിക്കും എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ഒരു വീണുകൊണ്ടൊരു ഫോളിങ് ഒബ്ജക്റ്റ്, അതിന്റെ സ്പീഡ്. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യാൻ, വിശദീകരിക്കാൻ നോക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഓക്കെ, അപ്പോഴാണ് ഇദ്ദേഹം എന്ത് തീരുമാനിച്ചത്? ഈ വീഴുന്ന വസ്തുവിന്റെ സ്പീഡിനെ അളക്കാൻ ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ വശം അഥവാ സയന്റിഫിക് മാനർ അഥവാ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഈ ഒരു പ്രശ്നത്തിനെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പരിഹരിക്കുകയാണ്. ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇദ്ദേഹം പിന്നീട് ലോകത്തിന് വേണ്ടിയിട്ട് കൊടുത്തത്. അതായത് വിത്ത്, അതായത് തെളിവിലൂടെ എക്സ്പെരിമെന്റ് പലതും ചെയ്ത് മാത്തമാറ്റിക്കലി എക്സ്പെരിമെന്റ് ചെയ്ത് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്യുകയാണ്? കാൽക്കുലസിനെ കുറിച്ച് അങ്ങനെ സാധിച്ചെടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഓൾ ഓവർ കാൽക്കുലസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഓവർ ടൈം. മനസ്സിലായല്ലോ? കാലത്തിന് അഥവാ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? കാൽക്കുലസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഈ കാൽക്കുലസ് ആക്ച്വലി എന്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്?
മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫിസിക്സില്, കെമിസ്ട്രിയില്, ബയോളജിയില്, അങ്ങനെ ഇത്തരത്തിൽ ശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളിലും എന്താണ് ഉപയോഗിക്കുന്നത്? കാൽക്കുലസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവിടെ കാൽക്കുലസ് എന്തുകൊണ്ടാണ് സർ ഐസക് ന്യൂട്ടൺ ഉദ്ദേശിക്കുന്നത്? സമയത്തും, അതായത് ടൈം, സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ അളവിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി കാൽക്കുലസ് എന്താ നമ്മൾ നോക്കി. നമുക്ക് ന്യൂട്ടൺസ് ഒപ്റ്റിക്സ്, ഓക്കെ, ന്യൂട്ടന്റെ ഒപ്റ്റിക്സ് എങ്ങനെയാന്ന് നോക്കാം. അതായത് നേച്ചർ ഓഫ് ലൈറ്റ്, ഇവിടെ ഒപ്റ്റിക്സ് എന്നുകൊണ്ടിരിക്കുന്നത് അതായത് സർ ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്യുകയാണ്? ലൈറ്റിന്റെ നേച്ചർ എങ്ങനെ, അല്ലെങ്കിൽ ലൈറ്റിന്റെ പെരുമാറ്റം എങ്ങനെ, അല്ലെങ്കിൽ ലൈറ്റിന്റെ പെക്യുലാരിറ്റീസ് എങ്ങനെ, ഫീച്ചേഴ്സ് എങ്ങനെ, പ്രത്യേകതകൾ എങ്ങനെ, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ സർ ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്യുകയാണ്? ഒരുപാട് നിരീക്ഷിക്കുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? എക്സ്പെരിമെന്റ് ചെയ്തു, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ഈ ഒരു കാര്യത്തിനെ. അങ്ങനെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രിസം ഉണ്ടാക്കി. ഓക്കെ, അതായത് പ്രിസം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്രിസം. ആ പ്രിസം അല്ലെ ഇങ്ങനെ. അതിനുശേഷം ആ പ്രിസത്തിന്റെ ഉള്ളിലോട്ട് എന്ത് ഇദ്ദേഹം കടത്തിവിട്ടു? ഒരു പ്രത്യേക അളവിലുള്ള, മനസ്സിലായോ, ഒരു നിശ്ചിത അളവിലുള്ള ലൈറ്റ്, വെളിച്ചം ഇദ്ദേഹം ഈ പ്രിസത്തിന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്തു വിട്ടു? കടത്തിവിട്ടു. കടത്തിവിട്ടതിന് ശേഷം ഇങ്ങോട്ട്, അതായത് ഈ പ്രിസത്തിലോട്ട് ഇങ്ങനെ ലൈറ്റ് കടത്തി വിടുമ്പോൾ തിരിച്ചത് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് ഈ പ്രിസത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അതെന്തായി മാറി? ആ വെളിച്ചം ലൈക്ക് എ റെയിൻബോ, മനസ്സിലായോ, മഴവില്ല് പോലെ നിറങ്ങളായി മാറുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഒരു നിശ്ചിത അളവിലുള്ള ലൈറ്റ് ആ പ്രിസത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടപ്പോൾ തിരിച്ചു റിസൾട്ട് ആയിട്ട് തിരിച്ചു വന്നത് എന്താ? മഴവില്ല് പോലുള്ള ചില വർണ്ണങ്ങളാണ് ആ പ്രിസത്തിന്റെ പുറത്തോട്ട് കടന്നു വന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരുപാട് വർണ്ണങ്ങളാണ് ഇതിന്റെ, അതായത് വയലറ്റ്, റെഡ്, ഇത്തരത്തിലുള്ള കുറച്ച് വർണ്ണങ്ങൾ, മഴവില്ല് പോലത്തെ വർണ്ണങ്ങളാണ് വന്നത്. അപ്പോഴാണ് മനസ്സിലായത് എന്ത്? ലൈറ്റിന്റെ, വെളിച്ചത്തിന്റെ അളവിന് അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? നിറങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ആക്ച്വലി ന്യൂട്ടന്റെ ഒപ്റ്റിക്സ്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇത്തരത്തിലാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഈ ഒരു സംഗതികളൊക്കെ അതൊക്കെ സയൻസ്, നമ്മുടെ +1 +2 സയൻസ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഫിസിക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത്തരത്തിൽ ചുരുക്കത്തിൽ മറ്റൊന്നുമില്ല, ഇങ്ങനെയാണ് ന്യൂട്ടന്റെ ഒപ്റ്റിക്സ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അവകാശപ്പെടുന്നത്. അതായത് ഒരു വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും അതിന്റെ റിസൾട്ട്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് ന്യൂട്ടൺ ഒപ്റ്റിക്സിന്റെ ലോ ഇദ്ദേഹം എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത്. അതും മാത്തമാറ്റിക്കലി ആണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത് വിത്ത് അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ, തെളിവുകളോട് കൂടിയാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് എന്ത് ചെയ്തത്? സർ ഐസക് ന്യൂട്ടൺ ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റായി മാറി. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് നമുക്ക്. എന്താണ്? ദി ലോ ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ നമുക്കിനിയുണ്ട്. മാത്രമല്ല യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. മനസ്സിലായല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർ ഐസക് ന്യൂട്ടൺ വിശ്വസിക്കുന്നത് എന്താണ്? അതായത് ഈ യൂണിവേഴ്സ് എല്ലാം തന്നെ എന്തിനെ കണക്ട് ചെയ്ത് കിടക്കുന്നു? ഒരു യൂണിവേഴ്സൽ ലോ, ഒരു യൂണിവേഴ്സൽ നിയമമുണ്ട്. ആ നിയമത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സകല യൂണിവേഴ്സും, ഈ യൂണിവേഴ്സിന്റെ ഓരോ പ്രവൃത്തിയും നടന്നു പോകുന്നത്. ആ യൂണിവേഴ്സൽ ലോ തന്നെയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്, ആ ഗ്രാവിറ്റേഷൻ മൂലമാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ചലനങ്ങളും, അതേപോലെ തന്നെ നമുക്കറിയാം സൂര്യന് ചുറ്റും എന്ത് ചെയ്യുകയാണ്? എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ കറക്കത്തിന്റെ കാരണവും അതേപോലെ തന്നെ ഭൂമിയുടെ ഈ ഒരു നിൽപ്പിന്റെ, ഭൂമിയുടെ ഈ ഒരു നിലനിൽപ്പിന്റെ കാരണം, എല്ലാത്തിന്റെ അടിസ്ഥാനം തീർച്ചയായും
ആദ്യം തന്നെ നമുക്ക് ന്യൂട്ടൺസ് 3 ലോ ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളും പിന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ നിയമം എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ നിയമം അനുസരിച്ച്, ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്ത പക്ഷം ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതിന്റെ ചലനം അതേ സ്പീഡിൽ തന്നെ, ആ സ്പീഡിൽ തന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെ എന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം പ്രതിപാദിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു മഞ്ഞുമല, ആ മഞ്ഞുമലയിലൂടെ ഒരു വ്യക്തി ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരികയാണ് മഞ്ഞിലൂടെ. ഓക്കെ, സോ ഈ ഒരു വ്യക്തിയെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഒരാളെ വന്ന് ഇങ്ങനെ ഉന്തുകയാണ് അയാളെന്താവും? അയാളുടെ സ്പീഡ് അങ്ങോട്ട് കൂടും അല്ലെ, സ്പീഡ് കൂടും, ചിലപ്പോൾ ഡയറക്ഷൻ മാറിപ്പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു വ്യക്തിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കാത്ത പക്ഷം അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതിന്റെ ചലനം തുടർന്നുകൊണ്ടേയിരിക്കും. അതേ സ്പീഡിൽ തന്നെ, അതേ ഒരു സ്ട്രെയിറ്റ് വഴിയിലൂടെ തന്നെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്തെങ്കിലും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്തടത്തോളം ആ വസ്തു അതേ സ്പീഡിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വരിയിലൂടെ അതേപോലെ തന്നെ ഈ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം ഇവിടെ പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഇവിടെ രണ്ടാമത്തെ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണ്. അതായത് ഒരാൾ സ്കേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അയാളുടെ ബാക്കിൽ നിന്ന് ഉന്തുകയാണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. അയാളുടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പിന്നാലെ ഒരു ഉന്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാളുടെ സ്പീഡ് കൂടും, അയാൾ നേരെ പോകും. എന്നാൽ മറ്റൊരാൾ വന്നിട്ട് ഈ സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് ഒരു ഉന്ത് കൊടുക്കുകയാണ്. എന്താണ്? സൈഡിൽ നിന്ന് ഒരു ഉന്ത് കൊടുക്കുക. അപ്പൊ ഇയാൾ എന്താകും? സ്പീഡ് കൂടും, ഡയറക്ഷൻ മാറിപ്പോകും അല്ലേ, ഡയറക്ഷൻ പിന്നെ അമ്പലത്തേക്ക് മാറിപ്പോകും. എന്നാൽ വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ മുൻപിൽ എന്ത് ചെയ്യണം? ഒരു തടസ്സം വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്താകും? അവിടെ നിൽക്കും. അത്രയും അതാ ചലിച്ചുകൊണ്ടിരുന്ന അയാൾ എന്താകും? അയാളുടെ ചലനം അവിടെ സ്റ്റോപ്പ് ആവും. മനസ്സിലായോ? സോ ഇതാണ് ഇവിടെ രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നത്. അതായത് ഫോഴ്സ് ഈക്വൽസ് ടു മാസ് ടൈം ആക്സിലറേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിരിക്കും ഈ ചലിക്കുന്ന വസ്തുവിന്റെ എന്ത് ഡയറക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ല? അതായത് ആക്സിലറേഷൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പീഡ് ആട്ടോ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിരിക്കും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചിരിക്കും എന്ത്? ഈ വസ്തുവിന്റെ സ്പീഡ്. മനസ്സിലായോ? സ്പീഡ്, അതേപോലെ തന്നെ സമയം, അതേപോലെ തന്നെ എന്ത്? മാസ്. ഓക്കെ, അതിനെ തുടർന്നാണ് ഇദ്ദേഹം നമുക്കറിയാം ഒരു ഇക്വേഷനിലെ F = ma, ഫോഴ്സ് ഈക്വൽ ടു മാസ് ടു ആക്സിലറേഷൻ. മനസ്സിലായോ? ആ ഒരു ഇക്വേഷൻ അങ്ങനെയാണ് ആക്ച്വലി രൂപം കൊള്ളുന്നത്. നമുക്ക് നോക്കാം ഇനി മൂന്നാമത്തെ നിയമം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നിയമമാണ്. അതായത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും അല്ലെ, ഒരുപാട് പേര് ഇങ്ങനെ കളിയായിട്ട് തമാശക്കായിട്ടൊക്കെ ഇങ്ങനെ പറയും. എന്താ അത്? For every action there is an equal and opposite reaction അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, യഥാർത്ഥത്തിൽ നമ്മുടെ ഏതൊരു ആക്ഷനും തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഥവാ ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും എന്താണ് ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിൽ മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള
നിയമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 നിയമങ്ങൾക്കും 3 തരത്തിലാണ് ശാസ്ത്രത്തിൽ പങ്ക്. മനസ്സിലായി? ഈ 3 നിയമങ്ങളും തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അതേപോലെ തന്നെ ശാസ്ത്രത്തിന്റെ പല ബ്രാഞ്ചുകളായ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിലും ഒരേപോലെ ഉപയോഗിച്ചു വരുന്ന നിയമങ്ങളാണ് ഇവ 3. എന്നാൽ ഈ 3 നിയമങ്ങളും അത്രയും പവർ അറ്റൈൻ ചെയ്യുന്നത്, അത്രയും ശക്തമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ കൂടെ ഈ 3 നിയമങ്ങൾ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു സൂപ്പർ പവർ ഇവർക്ക് എന്താകുന്നത്, കൈവരിക്കുന്നത്. മനസ്സിലായല്ലോ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഒപ്പം ഇവ ചേരുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം, ഇത്രയും മഹത്തരമായ ഒരു പ്രാധാന്യം നമുക്ക് എന്താ കാണാൻ സാധിക്കുക. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അതില് പ്രതിപാദിക്കുന്നത് 2 പെർട്ടിക്കുലർ ഒബ്ജക്ട്സ്, 2 വസ്തുക്കൾ തമ്മിൽ എന്തുണ്ടാകും, ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. മനസ്സിലായല്ലോ? ആ ഇന്ററാക്ഷൻ ഉണ്ടാകും എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. എന്തെന്നാൽ ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് മനസ്സിലായത്, ഈ സൂര്യന് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലെ? അവർക്കൊക്കെ എന്തുണ്ട്, ഓർബിറ്റ് ഉണ്ട്. എന്താണ് ഈ ഓർബിറ്റ്? ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരാനുള്ള അവരുടെ വഴിയാണ് എന്ത്, ഓർബിറ്റ്. സോളാർ സിസ്റ്റത്തിലുള്ള അവരുടെ ഓരോ ഗ്രഹങ്ങളുടെ വഴിയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പ്ലാനറ്റ്സ്, ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ ഓർബിറ്റിലൂടെ സൂര്യനെ കറങ്ങുന്നത്, എന്തുകൊണ്ടാണ്, ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ശാസ്ത്രത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് ആക്ച്വലി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ ഇന്നും വളരെയേറെ ബഹുമാനത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നതും ഓർക്കുന്നതും അല്ലെ? അത്രയ്ക്കും നല്ല കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു സയന്റിസ്റ്റ് തന്നെയായിരുന്നു ആര്? സർ ഐസക് ന്യൂട്ടൺ. സോ ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ സയൻസ് ഡെവലപ്പ് ചെയ്തത്. മനസ്സിലായല്ലോ? സർ ഐസക് ന്യൂട്ടനെ പോലെ തന്നെ ഒരുപാട് പേരുടെ പങ്ക് നമുക്ക് ഏതിൽ കാണാം, ശാസ്ത്രത്തിൽ. അതായത് റെനെ ഡെസ്കാർട്ടിസ്, അതുപോലെ കുറെ പേരുടെ പങ്ക് നമുക്ക് ഏതിൽ കാണാം, ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. കുറച്ച് വലിയ ലെസൺ അല്ലെ, കുറച്ച് വലിയ യൂണിറ്റ് അല്ലെ? സാരല്ല, നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, കുറെ കൂടി ഫോക്കസ്ഡ് ആയി പഠിക്കേണ്ട യൂണിറ്റ് ആണ്. ഓക്കെ, എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ പഠിപ്പിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു.